കെപിസിസിയുടെ വയനാട് ക്യാമ്പിൽ തൃശൂർ പരാജയം ചർച്ചയായിട്ടില്ലെന്ന് കെ മുരളീധരൻ. ചർച്ച ചെയ്യാതിരിക്കാനാണ് താൻ പങ്കെടുക്കാതിരുന്നത്. ടി.എൻ. പ്രതാപനും ഷാനിമോൾ ഉസ്മാനും തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്ക് ചുമതല നൽകിയത് പാർട്ടിക്ക് ശക്തി പകരുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. കോഴിക്കോട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു കെ മുരളീധരൻ. തൃശൂരിലെ തോൽവിക്ക് ശേഷം മുരളീധരൻ എത്തിയ DCCയുടെ ആദ്യ പരിപാടി. ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ എല്ലാം അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിൽ നിന്ന് ആരാ വിട്ടുനിൽക്കാൻ കഴിയുക? ഒരു കോൺഗ്രസ്സുകാരന് വിട്ടുനിൽക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും കോൺഗ്രസ് വിട്ടുപോകില്ലെന്ന് മുരളീധരൻ. ടി.എൻ. പ്രതാപനും ഷാനിമോൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല. പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. കെ കരുണാകരന് ഞാനായിട്ടൊരിക്കലും എനിക്ക് ചീത്തപ്പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കെ കരുണാകരൻ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി. വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങളും മുരളീധരൻ സ്വാഗതം ചെയ്തു. തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനെയാണ് വെച്ചിട്ടുള്ള ഞാൻ സഹായിച്ചു കൊടുക്കാം. കാരണം എനിക്ക് വോട്ടുള്ള സ്ഥലമാണ്. ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്ന് തന്നെ ആരംഭിക്കണമെന്നും അണികൾക്ക് മുരളീധരന്റെ നിർദ്ദേശം. റിപ്പോർട്ടർ, കോഴിക്കോട്.